ഇന്ന് കുഞ്ഞു കുഞ്ഞു വർത്താനങ്ങളൊക്കെ പറഞ്ഞൊരു കൊച്ചു വ്ളോഗായാലോ? ഇന്ന് ശശിയേട്ടൻ കടയിൽ പോയപ്പോഴേ കുറച്ച് കൂണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും വാങ്ങിക്കുന്ന സൈസ് ഒരു കൂണായിരുന്നില്ലേ, ദേ ഈ ടൈപ്പ് കൂണായിരുന്നു. ഈ കൂണ് നല്ല ഫ്രഷ് കൂണ് കണ്ടാൽ കണ്ണടച്ച് വാങ്ങിക്കുന്ന ഒരാളാണ് കേട്ടോ ശശിയേട്ടൻ. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കൂണ്. കൂണ് തീയലും കൂണ് തോരനും ഒക്കെ വെച്ചാൽ ഒരുപോലെ ചിലവാകുന്ന ഒരു സാധനമാണ് കേട്ടോ കൂണ്. പണ്ടേ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇടിമുട്ടി കഴിയുമ്പോൾ തിലാമഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പറമ്പിൽ കൂടെയൊക്കെ ഇഷ്ടംപോലെ കൂണ് കിട്ടും. പക്ഷെ ഇപ്പം നമുക്കതൊന്നും കണി കാണാനില്ല കേട്ടോ. അങ്ങനെ പറമ്പൊക്കെ ഉള്ള കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവാം. പണ്ട് നമുക്ക് കൂണ് കിട്ടുമ്പം നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞ മഞ്ഞപ്പൊടിയിലും ഉപ്പിലൊക്കെ ഇട്ട് വെക്കുമല്ലോ. അതുപോലെ ഈ തരത്തിലുള്ളൊരു കൂണ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. എപ്പോഴും മറ്റേ എന്താ പറയുക, മൊട്ടു പോലത്തെ ഒരു കൂണും ചിപ്പിക്കൂണൊക്കെയാണ് എപ്പോഴും കിട്ടാറ്. ഇത് ഇച്ചിരി എന്തോ ഒരു സൈസ് വ്യത്യാസമുള്ളൊരു കൂണായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ തൊലി പൊളിക്കാൻ നോക്കിയിട്ട് തൊലിയിട്ട് പൊളിക്കാനും പറ്റിയില്ല. അപ്പം ഞാൻ ഏതായാലും അത് പിച്ചി കീറിയിട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചേ. എന്നതാണേലും കൂണല്ലേ, പണ്ട് നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴല്ല, പറമ്പിൽ നിന്നൊക്കെ പറിച്ചെടുക്കുമ്പോഴേ നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ ചെയ്യാറ്. അപ്പം ഞാൻ ഈ കൂണ് കിട്ടിയപ്പോൾ ഞാൻ പണ്ടൊരു കഥ ഓർക്കുവാണേ. കഥയല്ല, നടന്ന സംഭവമാണ് കേട്ടോ. പണ്ട് ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ അടുക്കളക്കുന്നിലായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ കുറച്ചധികം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ഇടിമുട്ടി മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക്